ഇതാണ് ലെനോവോ എന്ന ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്ന അവരുടെ ഏറ്റവും പുതിയ ലാപ്ടോപ്പ് ആയിട്ടുള്ള ലെനോവോ ഐഡിയപാഡ് സ്ലിം 5 എന്ന് പറയുന്ന ലാപ്ടോപ്പ്. നിരവധി പ്രത്യേകതകളുമായിട്ടാണ് ഈ ഒരു ലാപ്ടോപ്പ് വന്നിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ തന്നെ ലെനോവോയിൽ നിന്നുള്ള മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള AI ഫീച്ചേഴ്സ് ഉള്ള ലാപ്ടോപ്പ് എന്ന പ്രത്യേകതയാണ് ഈ ഒരു ലാപ്ടോപ്പിനുള്ളത്. മാത്രമല്ല ഇന്റലിന്റെ ഏറ്റവും പുതിയ പ്രോസർ ആയിട്ടുള്ള ഇന്റൽ കോർ അൾട്രാ 5 എന്ന് പറയുന്ന ലേറ്റസ്റ്റ് സീരീസ് പ്രോസറാണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് വരുന്നത്. അതുപോലെ നിരവധി പ്രത്യേകതകൾ അടങ്ങിയ ഒരു ലാപ്ടോപ്പ് തന്നെയാണ് ലെനോവോയുടെ ഐഡിയപാഡ് സ്ലിം 5 എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ മോഡൽ. എന്തായാലും നമുക്ക് പരിശോധിക്കാം ലെനോവോ ഐഡിയപാഡ് സ്ലിം 5. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലെനോവോയും മൈക്രോസോഫ്റ്റും കൂടി ചേർന്നാണ്. ലാപ്ടോപ്പിന്റെ ഡിസൈനിലേക്ക് വരുമ്പോൾ വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു ലാപ്പിന് ലെനോവോ നൽകിയിരിക്കുന്നത്. അതുപോലെ വളരെ ലൈറ്റ് വെയിറ്റുമാണ്. കൂടാതെ മിലിറ്ററി ഗ്രേഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ലാപ്ടോപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും അലുമിനിയം ബിൽഡാണ്, അതായത് മെറ്റാലിക് ബിൽഡാണ്. പക്ഷേ മെറ്റാലിക് ബിൽഡ് ആണെങ്കിലും ഓവർ വെയിറ്റ് ഒന്നുമില്ല, നല്ല നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നോർമൽ വെയിറ്റ് ആണ്, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പ് തന്നെയാണ്. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് ഇതുപോലെ നമുക്ക് സിംഗിൾ ഹാൻഡ് കൊണ്ട് തരത്തിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. വല സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെ മൈക്രോ SD കാർഡ്, അതുപോലെ 2 USB-A പോർട്ട്, അതും 5 Gbps സപ്പോർട്ടുള്ള USB-A പോർട്ടുകളാണ്. ഇതിനകത്ത് ഒന്നെന്ന് പറയുന്നത് ഓൾവേസ് ഓൺ ആയിട്ടുള്ള USB പോർട്ടുമാണ്. അതായത് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് വേണമെങ്കിൽ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് വേണമെങ്കിലും ഇതിൽ നിന്ന് ഔട്ട് എടുത്ത് നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ പോലും സാധിക്കും. ഇടത് സൈഡിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ ചാർജിങ്ങിന് വേണ്ടിയിട്ട് USB-C ചാർജിംഗ് പോർട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണും. അതും 5 Gbps സപ്പോർട്ടുള്ളതാണ്. വീണ്ടും ഒരു USB Type-C പോർട്ട്, അതുപോലെ 3.5mm ഹെഡ്ഫോൺ മൈക്രോഫോൺ കോംബോ ജാക്കും ഇവിടെ തരത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേ പറ്റി പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള OLED ഡിസ്പ്ലേ ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും നമുക്ക് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒക്കെ വേറെ ലെവലായിരിക്കും. ഈ ഒരു ലാപ്പിന് 16:10 റേഷ്യോയിലാണ് ഇതിന്റെ ഒരു ഡിസ്പ്ലേ നൽകിയിരിക്കുന്നത്. ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വന്നിട്ട് 400 നിറ്റ്സ് ഉണ്ട്. ഗ്ലോസി ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ലാപ്പിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല 100% DCI P3 നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ കളർ ആക്യുറസി ഒക്കെ ഒരുവിധം ഓക്കെയാണ്. അതായത് വീഡിയോ എഡിറ്റിംഗ് അതുപോലെ ഫോട്ടോ എഡിറ്റിംഗ് പോലുള്ള വർക്കുകൾക്കും ഒക്കെ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാം. മാത്രമല്ല 100% ലോ ബ്ലൂ ലൈറ്റ് സർട്ടിഫൈഡ് ആണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇരുണ്ട വെട്ടത്തിലൊക്കെ ഇരുന്ന് ഈ ഒരു ലാപ്ടോപ്പ് നോക്കുമ്പോഴും ഇതിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റിന്റെ എമിഷൻ കുറവായതുകൊണ്ട് തന്നെ കണ്ണിന് അത്ര പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നല്ല ഈ ഒരു ലാപ്ടോപ്പ്. ലെനോവോ AI എഞ്ചിൻ എന്നറിയപ്പെടുന്ന നിരവധി AI ഫീച്ചറുകൾ ബണ്ടിൽ ചെയ്തിരിക്കുന്ന ഒരു ലാപ്ടോപ്പാണിത്. അത്തരത്തിൽ എയുടെ ഭാഗമായിട്ടുള്ള അഡാപ്റ്റീവ് പെർഫോമൻസ് ഈ ഒരു ലാപ്ടോപ്പിൽ നൽകിയിട്ടുണ്ട്. അതായത് സ്മാർട്ട് പവർ, സ്മാർട്ട് വയർലെസ്, സെൽഫ് ഹീലിംഗ്, നാച്ചുറൽ ഫയൽ ഗാർഡ് തുടങ്ങിയ AI ഫീച്ചറുകൾ ഇതിൽ നൽകിയിട്ടുണ്ട്. സ്മാർട്ട് പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലാപ്ടോപ്പിനകത്ത് ഇന്റലിജന്റ് ആയിട്ട് ഇതിന്റെ പവറിനെയും അതുപോലെ കൂളിംഗ് ടെക്നോളജിയെയും മാനേജ് ചെയ്യുന്നത് കൊണ്ട് തന്നെയും ഈ ഒരു ലാപ്ടോപ്പിന്റെ ബാറ്ററി ലൈഫ് അതുപോലെ തന്നെ തെർമൽസ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യും. ഇത് ഈ ഒരു ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നതിനും കാരണമാകുന്നുണ്ട്. മെഷീൻ ലേണിംഗ് അൽഗോരിതം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ലാപ്ടോപ്പിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ പെർഫോമൻസ് അതനുസരിച്ചുകൊണ്ട് ബൂസ്റ്റ് ചെയ്യാനും ഈ ഒരു ലാപ്ടോപ്പിൽ സാധിക്കും. ഇതിന്റെ ഇന്റലിജന്റ് കൂളിംഗ് മോഡ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പെർഫോമൻസ് 20% ബൂസ്റ്റ് ചെയ്യപ്പെടും. അതായത് കൃത്യമായിട്ടുള്ള ഒരു കൂളിംഗ് ഈ ഒരു ലാപ്ടോപ്പിൽ കൊടുത്തുകൊണ്ട് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ അത് കാരണമാകും. ബാറ്ററി സേവിംഗ് മോഡിൽ 20% ബാറ്ററി ലൈഫും ഈ ഒരു ലാപ്ടോപ്പ് അധികമായി നൽകും. സ്മാർട്ട് വയർലെസ് എന്ന് പറയുന്ന ഫീച്ചറും ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. നമ്മുടെ ഇന്റർനെറ്റ് കണക്ഷനിലുള്ള ലാഗിംഗ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണക്ടിവിറ്റി സ്മാർട്ട് വയർലെസ് എന്ന് പറയുന്ന ഫീച്ചർ പ്രകാരം ഈ ഒരു ലാപ്ടോപ്പിൽ നൽകുന്നുണ്ട്. സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്ന ഫീച്ചർ പ്രകാരം ഈ ഒരു ലാപ്ടോപ്പ് പെട്ടെന്ന് ക്രാഷ് ആവുകയോ അല്ലെങ്കിൽ വിചാരിച്ചിരിക്കാത്ത തരത്തിലുള്ള പെട്ടെന്നുള്ള കംപ്ലൈന്റുകൾ വരുന്നതോ ഒക്കെ ഒഴിവാക്കാൻ ഈ ഒരു ലാപ്ടോപ്പിൽ സാധ്യമാണ്. നാച്ചുറൽ ഫയൽ ഗാർഡ് എന്ന ഫീച്ചർ പ്രകാരം ഈ ഒരു ലാപ്ടോപ്പിലെ ഹാർഡ് ഡ്രൈവിനെ പോലും നമുക്ക് പാസ്വേഡ് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. അതായത് ഈ ഒരു ലാപ്ടോപ്പ് മറ്റൊരാൾ ഉപയോഗിച്ചാൽ പോലും നമ്മുടെ ഡാറ്റ സെക്യൂർ ആയിരിക്കുമെന്ന് ചുരുക്കം. സൂപ്പർ റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഫീച്ചർ പ്രകാരം ഈ ഒരു ലാപ്ടോപ്പിന്റെ റെസൊല്യൂഷൻ അപ്സ്കെയിൽ ചെയ്യുകയും മികച്ച ക്ലാരിറ്റി അതുപോലെ കണ്ണിന് മികച്ച ഒരു കംഫർട്ട് തുടങ്ങിയവയും അത്തരത്തിൽ നൽകും. ലെനോവോ ഐ കെയർ എന്ന് പറയുന്ന ഫീച്ചർ പ്രകാരം നേരത്തെ പറഞ്ഞതുപോലുള്ള ബ്ലൂ ലൈറ്റ് എമിഷൻ പരമാവധി ഇതിനകത്ത് കുറച്ചുകൊണ്ട് കണ്ണിന് ഒരു കെയർ നൽകുന്ന തരത്തിലുള്ള ഒരു വിഷ്വൽ വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് സമ്മാനിക്കും. അതുപോലെ തന്നെ ഈ ഒരു ലാപ്ടോപ്പിനകത്ത് ഫ്ലിപ്പ് ടു സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ഫീച്ചർ നൽകിയിട്ടുണ്ട്. അതായത് ജസ്റ്റ് ഈ ഒരു ലാപ്ടോപ്പ് നമ്മളിങ്ങനെ അൺഫോൾഡ് ചെയ്യുമ്പോൾ തന്നെ ഇത് ലോഗിൻ ചെയ്യും. വിൻഡോസിലുള്ള ഹലോ എന്ന് പറയുന്ന ഫേസ് ID സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് അത്തരത്തിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നത്. ഒട്ടും ഡിലേ അതിനകത്ത് തന്നെ വരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പ് സ്ലീപ്പ് മോഡിലേക്ക് മാറുകയും ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ഇത് ലോഗിൻ ചെയ്യുകയും ചെയ്യും. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ആ ഒരു ലോഗിൻ ഇതിനകത്ത് നടക്കുന്നത്. അതുപോലെ തന്നെ ലെനോവോ പ്രസൻസ് ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഫീച്ചർ പ്രകാരം നമ്മൾ ഈ ഒരു ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ മുന്നിൽ ഉണ്ട് എന്നുള്ള നമ്മുടെ ആ ഒരു പ്രസൻസ് പോലും ഡിറ്റക്ട് ചെയ്യാൻ ഈ ഒരു ലാപ്ടോപ്പിന് സാധിക്കും. അതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഇത്തരത്തിലൊരു ലോഗിൻ ഈ ഒരു ലാപ്ടോപ്പിനകത്ത് അതും ഫേസ് അൺലോക്കിലൂടെ സാധ്യമാക്കുന്നത്. സ്മാർട്ട് നോയിസ് ക്യാൻസലിംഗ് എന്ന ഫീച്ചർ പ്രകാരം AI എനേബിൾഡ് ആയിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോയിസുകൾ പരമാവധി ക്യാൻസൽ ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ സൗണ്ട് വളരെ ക്ലിയർ ആയിട്ട് അങ്ങേ തലയ്ക്കിൽ എത്തിക്കുന്നതിനും ഈ ഒരു ലാപ്ടോപ്പിലെ AI ഫീച്ചർ സഹായിക്കുന്നുണ്ട്. മൈക്രോസോഫ്റ്റിന്റെ കോ പൈലറ്റ് എന്ന് പറയുന്ന AI പവേർഡ് ആയിട്ടുള്ള ഇന്റലിജന്റ് അസിസ്റ്റന്റ് സംവിധാനവും ഈ ഒരു ലാപ്ടോപ്പിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു വെബ്സൈറ്റ് ഒക്കെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് വെബ്സൈറ്റ് നിർമ്മിക്കുന്നതിനുള്ള കോഡൊന്നും അറിയണമെന്നില്ല. ഈ ഒരു AI സഹായത്തോടു കൂടി കോ പൈലറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജസ്റ്റ് അതിനുള്ള പ്രോംപ്റ്റ് നൽകിയാൽ മാത്രം മതി. അത് ഉപയോഗിച്ചുകൊണ്ട്
ഉപയോഗിച്ചുകൊണ്ട് എയുടെ സഹായത്തോടുകൂടി വെബ്സൈറ്റ് നിർമ്മിക്കാൻ പോലും ഈ ഒരു ലാപ്ടോപ്പിൽ സാധ്യമാണ്. കോപൈലറ്റിന്റെ ബേസിക് വെർഷൻ നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഈ ഒരു ലാപ്ടോപ്പിൽ ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു കോപൈലറ്റ് എന്ന AI പവേർഡ് ഇന്റലിജന്റ് അസിസ്റ്റന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടൈപ്പ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇമേജ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ വോയിസ് ഉപയോഗിച്ചുകൊണ്ടോ ഒക്കെ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് വഴി നമുക്ക് നമ്മുടെ കമാൻഡുകൾ അല്ലെങ്കിൽ പ്രോംപ്റ്റുകൾ നൽകാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കൊരു PDF ഫയലിനകത്ത് നിന്നും അതിലെ ടെക്സ്റ്റ് കംപ്ലീറ്റ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് അല്ലെങ്കിൽ കോപ്പി ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ചെയ്താൽ മതി. ഈ ഒരു കോപൈലറ്റ് എന്ന് പറയുന്ന ആ ഒരു AI പവേർഡ് ആയിട്ടുള്ള ഇന്റലിജന്റ് അസിസ്റ്റന്റ് നമ്മൾ മൈക്രോസോഫ്റ്റിന്റെ എഡ്ജ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം സമ്മറൈസ് ദ PDF ഡോക്യുമെന്റ് എന്ന് നമ്മൾ അതിന്റെ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് നൽകിയാൽ മതി. അത് ആ ഒരു PDF ഫയലിന്റെ കംപ്ലീറ്റ് സമ്മറി നമുക്ക് നൽകും. അതുപോലെ തന്നെ നമുക്ക് മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ, അതുപോലെ നമ്മൾ കമ്പ്യൂട്ടറിലൂടെ കാണുന്ന ചിത്രങ്ങളിലെ ടെക്സ്റ്റുകൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ, അതുപോലെ തന്നെ പുതിയ പുതിയ ചിത്രങ്ങളൊക്കെ ഡിസൈൻ ചെയ്തെടുക്കുന്നതിനും ഒക്കെ ഇത്തരത്തിൽ മൈക്രോസോഫ്റ്റിന്റെ ഈ ഒരു കോപൈലറ്റ് എന്ന് പറയുന്ന ഇന്റലിജന്റ് അസിസ്റ്റന്റ് സംവിധാനം ഉപയോഗിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു വെബ്സൈറ്റ് ആണ് കോപൈലറ്റിന്റെ സഹായത്തോടുകൂടി നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള പ്രോംപ്റ്റ് ഇത്തരത്തിൽ നൽകി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ HTML കോഡ് കോപൈലറ്റ് നൽകുകയാണ്. ആ ഒരു HTML കോഡ് നമ്മൾ നോട്ട് പാഡിലേക്ക് പേസ്റ്റ് ചെയ്ത് അത് HTML ഫയലായിട്ട് സേവ് ചെയ്തതിനു ശേഷം പിന്നീട് ആ ഒരു പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ജനറേറ്റ് ചെയ്തെടുക്കുന്ന വെബ്സൈറ്റ് പേജുകൾ അല്ലെങ്കിൽ വെബ് പേജുകൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ലാപ്ടോപ്പിന്റെ മറ്റ് സെറ്റിംഗ്സുകൾ ചേഞ്ച് ചെയ്യുന്നതിനൊക്കെ ഇത്തരത്തിൽ കോപൈലറ്റ് എന്ന് പറയുന്ന ആ ഒരു AI പവേർഡ് ആയിട്ടുള്ള ഇന്റലിജന്റ് അസിസ്റ്റന്റ് വഴി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് ഡാർക്ക് മോഡിലേക്ക് സ്വിച്ച് ചെയ്യുന്നതിനും ഒക്കെ ഇത്തരത്തിൽ കോപൈലറ്റ് ഉപയോഗിക്കാം. ഇനി ഈ ഒരു ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വന്നിട്ടുള്ള ഇന്റലിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോസസർ ആയിട്ടുള്ള ഇന്റൽ കോർ അൾട്രാ 5 എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു ലാപ്ടോപ്പിന് കരുത്ത് പകരുന്നത്. അതായത് ലേറ്റസ്റ്റ് പ്രോസസർ, അതുകൊണ്ട് തന്നെ മികച്ച പെർഫോമൻസ് ഈ ഒരു ലാപ്ടോപ്പ് നൽകും. ഗെയിമിങ്ങിനും അതുപോലെ വീഡിയോ എഡിറ്റിങ്ങിനും ഫോട്ടോ എഡിറ്റിംഗ് പോലുള്ള ഹെവി ടാസ്കുകൾ ചെയ്യുന്നതിനും ഈ ഒരു ലാപ്ടോപ്പ് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അതുപോലെ ഗെയിമേഴ്സിനും ഒക്കെ ഈ ഒരു ലാപ്ടോപ്പ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ലാപ്ടോപ്പിനകത്ത് ഇന്റൽ ആർക്ക് എന്ന ഗ്രാഫിക്സ് ഇന്റഗ്രേറ്റ് ചെയ്ത് നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു ഗ്രാഫിക്സ് സപ്പോർട്ടും ഈ ഒരു ലാപ്ടോപ്പ് സമ്മാനിക്കുന്നുണ്ട്. 16GB LPDDR5X എന്ന റാം ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോറേജിന് വേണ്ടി 1TB SSDയും ഈ ഒരു ലാപ്ടോപ്പിൽ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ 2 വാട്ടിൻ്റെ 2 സ്പീക്കറുകളാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ആ ഒരു സ്പീക്കറിൻ്റെ ആ ഒരു ഔട്ട് ഇത്തരത്തിൽ മുകളിലേക്ക് നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് സൗണ്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു സൗണ്ടാണ് ഈ ഒരു ലാപ്ടോപ്പ് സമ്മാനിക്കുന്നത്. അതും ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ട് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമകളൊക്കെ ഈ ഒരു ലാപ്ടോപ്പിൽ കാണുമ്പോൾ നല്ല സൗണ്ട് ക്വാളിറ്റിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല OLED ഡിസ്പ്ലേ കൂടി നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അത് ഈ ഒരു ലാപ്ടോപ്പിൽ വേറെ ലെവൽ തന്നെയാണ്. കൂടാതെ ഫുൾ HD റെസൊല്യൂഷൻ ഉള്ള ഒരു വെബ് ക്യാം ഇത്തരത്തിൽ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു പ്രൈവസി ഷട്ടറും ഇവിടെ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു വെബ് ക്യാമറ ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഈ ഒരു പ്രൈവസി ഷട്ടർ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ക്യാമറ ഭാഗം ക്ലോസ് ചെയ്ത് വെക്കാനും സാധിക്കും. 57 വാട്ട് അവറിന്റെ ബാറ്ററിയാണ് ഈ ഒരു ലാപ്ടോപ്പിന് പവർ നൽകുന്നത്. വെറും 15 മിനിറ്റ് ചാർജ് ചെയ്താൽ തന്നെ നമുക്കൊരു 2 മണിക്കൂർ ഉപയോഗിക്കുന്ന ചാർജിലേക്ക് കയറും. ശരിക്കും പറഞ്ഞാൽ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഈ ഒരു ലാപ്ടോപ്പിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ് ഈ ഒരു ലാപ്ടോപ്പിനോടൊപ്പം വരുന്നത്. നമ്മുടെ കയ്യിലുള്ള 65 വാട്ടിന്റെ PD ചാർജറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് ഈസി ആയിട്ട് ഇത്തരത്തിൽ USB Type-C വഴി നമുക്ക് ചാർജ് ചെയ്യാനും സാധിക്കും. LED ബാക്ക്ലിറ്റ് കീബോർഡുകളാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ടൈപ്പിങ്ങിനൊക്കെ വളരെ സോഫ്റ്റ് ആണ് ഈ ഒരു കീബോർഡ്. മികച്ച ഒരു മൾട്ടി ടച്ച് പാഡ് ഏരിയയും ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അബിസ് ബ്ലൂ അതുപോലെ ക്ലൗഡി ഗ്രേ എന്നീ 2 നിറങ്ങളാണ് ഈ ഒരു ലാപ്ടോപ്പ് ലഭ്യമാവുന്നത്. ലെനോവോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിനെ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാൻ സാധിക്കും. അതായത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സ്പെസിഫിക്കേഷൻസ് നൽകിക്കൊണ്ട് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് വാങ്ങാം. ഇപ്പോൾ റാം അപ്ഗ്രേഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റോറേജ് ഓപ്ഷൻ മാറ്റണമെങ്കിലോ അങ്ങനെയുള്ള പല രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാനും സാധിക്കും. സെലക്ടഡ് ലൊക്കേഷൻസിൽ അത്തരത്തിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്ന ലാപ്ടോപ്പുകൾ വെറും 4 ദിവസത്തിനുള്ളിൽ തന്നെ ലെനോവോ ഡെലിവർ ചെയ്യുമെന്നാണ് അവർ അറിയിക്കുന്നത്. കൂടാതെ ഈ കാണുന്ന ഓഫർ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ ഏകദേശം 3000 രൂപയുടെ ഒരു ഡിസ്കൗണ്ട് ലഭിക്കും. ആ ഒരു 3000 രൂപയുടെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 1TB SSDയിലേക്കുള്ള അപ്ഗ്രേഡ് ഓപ്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ OLED പാനലിന്റെ അപ്ഗ്രേഡിനായിട്ടുള്ള 60% എന്ന നിലയ്ക്കോ ആയിരിക്കും അത്തരത്തിൽ ആ ഒരു 3000 രൂപ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അടുത്തായിട്ട് ഈ ഒരു ലാപ്ടോപ്പിന്റെ പ്രൈസിംഗ് ആണ്. IdeaPad Slim 5 എന്ന് പറയുന്ന ഈ ഒരു ലാപ്ടോപ്പിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് 76,990 രൂപയ്ക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ ഇതിന്റെ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് വേണമെങ്കിലും വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിന് വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.